Dear students, we have been discussing different motivation theories, and today we are discussing few more theories just like ERG theory, equity theory, etc. So the first theory that we are discussing today is ERG theory. ERG is the short form of existence, relatedness, and growth. This theory is being contributed by Clayton Alderfer. Actually, ERG theory is a need-based theory, and it is a refined theory of Abraham Maslow. We know the need hierarchy theory contributed by Abraham Maslow. According to Maslow, there are 5 needs. But in case of ERG theory, he summarized the 5 needs contributed by Maslow. And he contributed 3 needs, and these needs can be arranged in hierarchical order. അതായത് മാസ്ലോയുടെ 5 നീഡ് ബേസ്ഡ് ആയിട്ടുള്ള തിയറിയുടെ ഒരു റീഫൈൻമെൻ്റ് ആണ് ERG തിയറി. ക്ലേറ്റൺ ആൾഡർഫർ ഇതിനെ മാസ്ലോയുടെ റീഫൈൻഡ് തിയറി എന്നാണ് വിളിക്കുന്നത് തന്നെ. അദ്ദേഹത്തിന് നീഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ആൻഡ് ദീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. മാസ്ലോ പറഞ്ഞ പോലെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ERG തിയറി പറയുന്നത്. ആൻഡ് ദ 3 നീഡ്സ്, ഹൈറാർക്കി ഓഫ് 3 നീഡ്സ് ആർ: ഫസ്റ്റ് വൺ, നീഡ് ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനുള്ള നീഡ്. ആക്ച്വലി ദിസ് ഇസ് ദ നീഡ് ഫോർ ഫിസിയോളജിക്കൽ നീഡ് ഓഫ് അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോയുടെ തിയറി പ്രകാരമുള്ള ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നീഡ് ഫോർ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, എക്സെട്ര. ഈ നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. ഈ ഫിസിയോളജിക്കൽ നീഡിനെയാണ് ആൾഡർഫർ നീഡ് ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനുള്ള നീഡ് എന്ന് ഡിനോട്ട് ചെയ്തത്. Second type of need is relatedness, need for relatedness. That is, relatedness need we know, like creating relationship. ആളുകളുമായി, സൊസൈറ്റിയുമായി, മറ്റു സഹജീവികളുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ബന്ധമുണ്ടാക്കുക. ദാറ്റ് ഈസ് നീഡ് ഫോർ റിലേറ്റഡ്നെസ്. ബട്ട് ആക്ച്വലി ദീസ് needs, relatedness needs, are mentioned by Abraham Maslow as social needs and esteem needs. Both social and esteem needs are coming out of a person's need for maintaining and creating a relationship with the society. Then the third need, as per this theory, is need for growth. Actually, this is the need for personal and self-actualization. Personal needs and self-actualization need. These needs are coming under growth need. So according to Alderfer, there are 3 needs. These needs can be classified and arranged in hierarchical order, and the 3 needs are need for existence, need for relatedness, and need for growth. Another theory, small theory, is equity theory. Equity theory is being contributed by J.S. Adams. Equity means fairness, equitable treatment. അല്ലേ, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ തുല്യനാവസ്ഥ, എല്ലാവരെയും ഇക്വിറ്റബിളായി ട്രീറ്റ് ചെയ്യുക. We have to treat in a fairly manner. We have to treat all the employees in a fairly manner, in an equal manner, equitable manner. That is the basis of equity theory. According to J.S. Adams, employee compare his output-input ratio with others' output-input ratio. ഏതൊരു എംപ്ലോയിയും ഹി വിൽ കമ്പയർ ഹിസ് ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾ ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുന്നതും
അയാൾക്ക് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്നതും, എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, എത്ര രൂപ കിട്ടി. സോ അയാളുടെ പ്രൊഡക്ഷനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അയാൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അയാൾക്ക് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്നതും ഓർഗനൈസേഷൻ അയാൾ തിരിച്ചു കൊടുക്കുന്നതുമായ സംഭവങ്ങളാണ് അയാളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ ഓർ ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ. He will compare his output input ratio with others output input ratio. അയാൾ മറ്റുള്ളവരുടെ ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഈ തിയറി ഒരിക്കലും ഇക്വാളിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ എംപ്ലോയീസിനും ഒരേ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ല. പകരം ഓരോ എംപ്ലോയിക്കും അയാളുടെ പ്രൊഡക്ഷൻ അനുസരിച്ചുള്ള സാലറിയാണോ കിട്ടുന്നത്, അതാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ. അതിനെ ഒരു വ്യക്തി സ്വന്തം ഇൻപുട്ട് റേഷ്യോയെ മറ്റുള്ളവരുടെ ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്യുമെന്നാണ് ആഡംസ് പറയുന്നത്. ഇഫ് ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ 1 ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ 2. ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ 1 ഉദ്ദേശിക്കുന്നത് സ്വന്തം ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ. ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ 2 മീൻസ് എന്താണ്, അതേഴ്സ് ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ. ഇഫ് ബോത്ത് ആർ ഈക്വൽ വി മേ സേ ദാറ്റ് ദർ ഈസ് ഇക്വിറ്റി. അറ്റ് ദ സെയിം ടൈം ഇഫ് എംപ്ലോയീസ് ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ others output input ratio, that is output input ratio 1 is greater than output input ratio 2, then it will create tension. കാരണം നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ടെൻഷൻ, ബിക്കോസ് ഹീ വിൽ തിങ്ക് ദാറ്റ് ഹീ ഈസ് ഓവർ റിവാർഡഡ്. അല്ലേ, എനിക്ക് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ റിവാർഡ് കിട്ടിയെന്ന് തോന്നും. അതിൻ്റെ അർത്ഥം എന്തോ ഒന്ന് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുമെന്നതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഇഫ് ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ 1 ഈസ് ലെസ് ദാൻ ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ 2, അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ കുറവും മറ്റുള്ളവർക്ക് കിട്ടുന്നത് കൂടുതലുമാണെങ്കിലും it will also create tension, because we may think that we are under rewarded, under treated. നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് റിവാർഡും കുറവാണ് എന്നുള്ളതിൻ്റെ പേരിലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കിട്ടിയാലും കുറവ് കിട്ടിയാലും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിറ്റബിൾ ആയിരിക്കണം എന്നതാണ് ടെൻഷൻ ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത്. ദിസ് ഈസ് ഇക്വിറ്റി തിയറി ബൈ J.S. Adams. We may discuss one more theory. There is no theory, only a sentence. That is goal setting theory. Goal setting theory is contributed by Edwin Locke. According to this theory, well set goals are motivating. Well set goals are motivating. If we are setting goals effectively, then the employees will be motivating. ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് we have to set them effective goals. അല്ലേ, അവർക്ക് അനുയോജ്യമായ വെൽ സെറ്റായിട്ടുള്ള ഗോൾസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു വ്യക്തി അച്ചീവ്മെൻ്റ് ഇല്ലാതിരിക്കാനുള്ള കാരണം ഗോളില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഗോള് ഇഫക്റ്റീവായി സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും ഇഫക്റ്റീവായ രീതി എന്ന് പറയുന്നത് എ വെൽ സെറ്റ് ഗോൾ ഷുഡ് ബി ഗിവൺ ടു ദ എംപ്ലോയി. എംപ്ലോയിയുടെ ഗോള്, ഇഫക്റ്റീവായ ഒരു ഗോള് നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇഫ് ഹി ഹാസ് ആൻ എയിം, ഇഫ് ഹി ഗെറ്റ് എ ഗോൾ, അല്ലേ, അയാൾക്കൊരു ഗോൾ കിട്ടുകയാണ്, ഒരു എയിം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബി മോട്ടിവേറ്റഡ് ടു അച്ചീവ് ദ ഗോൾ. സോ സെറ്റിംഗ് ഗോൾസ് ഈസ് a part of motivation as per this theory. Okay, these are the theories we are discussing today. So we have discussed almost all the theories related to motivation. Okay, thank you very much.